Assalamualaikum dear friends, welcome back to Shamys curryworld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധികം എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ നമ്മുടെ നേന്ത്രപ്പഴവും റവയും കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കിടിലൻ 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ ദാ ഇതിനു വേണ്ടിയിട്ട് ഒരു കടായിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലത്തെ മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തൊലിയൊക്കെ കറുത്ത് നമ്മൾ കളയാൻ പാകത്തിനിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അതാ പഴമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത പഴമെല്ലാം എന്താ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴമെല്ലാം എന്താ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ടല്ലോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിച്ച ശർക്കര ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ചെയ്ത് കിട്ടും. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫ്ലെയിം ഞാൻ കൂട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് അലിഞ്ഞു വരണം. അപ്പോൾ ആ ശർക്കര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓണാക്കി ഒന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിൽ എടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിലോട്ട് ഞാനിവിടെ 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ റവ ഒന്ന് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്ത് കൊടുക്കാം. കൂടുതൽ അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ റവയിൽ ആ ചൂട് കൊണ്ട് തന്നെ തേങ്ങ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ 1 മിനിറ്റ് മതി. ഇനി നമ്മൾ നേരത്തെ പഴം അടിച്ചു വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റവയും പഴവും എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് മിക്സ് ആയി കിട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ആ പഴവും റവയും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കട്ടയെല്ലാം ഒന്ന് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് പാനിൽ നിന്ന് ഉരുണ്ട് വരും. അപ്പോൾ അതാ ഒരു 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതാ പാനിൽ നിന്ന് ഇതാ വിട്ട് വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ പാനിൽ നിന്ന് വിട്ട് വന്ന ഉടൻ തന്നെ നമുക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാൽപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാർഡായി പോകും. നിങ്ങൾക്ക് ഹാർഡായി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് നെയ്യ് തടവി ഒരു പാത്രത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് നെയ്യ് തടവി കൊടുക്കാം ഒരു പാത്രം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ നല്ലോണം നെയ്യ് തേച്ച് പിടിപ്പിക്കുക. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്താലും മതി. ഇനി ഈ പാത്രത്തിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മിക്സ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ലോണം ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതാ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ അതാ സൈഡെല്ലാം ഞാൻ വിടിയിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചതിന് ശേഷം കമഴ്ത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമുക്ക് തുറക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന സ്നാക്സ് ആണിത്. ഇത് നല്ല സ്പോഞ്ച് പോലെ ഇരിപ്പുണ്ട്, കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, അത്ര നല്ല ടേസ്റ്റാണ്.
നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്